ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ഫസ്റ്റ് ക്വാർട്ടർ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സ്മാർട്ട് ഫോൺസിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെഡ്മി നോട്ട് സീരീസ് എന്ന് പറയുന്നത്. റെഡ്മി നോട്ട് സീരീസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് വിറ്റഴിച്ചുകൊണ്ടിരുന്ന ഒരു സീരീസ് ഓഫ് സ്മാർട്ട് ഫോൺസ്. റെഡ്മി നോട്ട് സീരീസിലെ ഏറ്റവും പുതിയ സീരീസ് 12 സീരീസ് ആണ്. അതിൽ 3 സ്മാർട്ട് ഫോൺസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. റെഡ്മി നോട്ട് 12 ആണ് ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. സ്മാർട്ട് ഫോണിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 4 Gen 1 ആണ്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് 4GB 128GB വേരിയൻ്റ് ആണ്. ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 48+8+2 ആണ് ബാക്ക് വരുന്നത്. 13 MP ആണ് ഫ്രണ്ട് വരുന്നത്. 5000 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ റെഡ്മി നോട്ട് 12 ആണ് ഈ സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ. ഇതിൻ്റെ ഒരു പ്രൈസ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു 15,000 ആണ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന മിക്കവാറും ഉള്ള സ്മാർട്ട് ഫോൺസിൻ്റെയൊക്കെ പ്രൈസ് എക്സ്പെക്റ്റഡ് ആണ്. കാരണം ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല. ലോഞ്ച് ചെയ്താൽ മാത്രമേ എക്സാക്റ്റ് പ്രൈസ് പറയാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഏകദേശം റേഞ്ചിലൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസിങ് വരാൻ സാധ്യതയുള്ളത്. ഈ ഒരു സീരീസിലെ അടുത്ത സ്മാർട്ട് ഫോണാണ് റെഡ്മി നോട്ട് 12 Pro Plus എന്ന് പറയുന്നത്. ഇതിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് MediaTekൻ്റെ Dimensity 1080 ആണ്. ഇവിടെ ബേസ് വേരിയൻറ്റ് വരുന്നത് 8GB 128GB ആണ്. ആൻഡ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയിലാണ്. ഇത് 200 MP ഒരു പ്രൈമറി ക്യാമറയാണ് ഇതിൽ ബാക്കിൽ വരുന്നത്. കൂടെ 8+2 വരുന്നുണ്ട്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 60 MP ആണ് വരുന്നത്. പിന്നെ ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് 4980 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു 25,000 റേഞ്ചാണ്. ഇനി ഈ സീരീസിലെ ഒരു സ്മാർട്ട് ഫോണും കൂടി വരുന്നുണ്ട്, റെഡ്മി നോട്ട് 12 Pro 5G എന്ന് പറയുന്നത്. ഇത് 6.67 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. മൂന്നിൻ്റെയും ഡിസ്പ്ലേ സെഗ്മെൻ്റ് എല്ലാം ഈക്വൽ ഒക്കെ തന്നെയാണ്. ഇവിടെ ചിപ്സെറ്റ് വരുന്നത് MediaTekൻ്റെ Dimensity 1080 തന്നെയാണ്. ഇവിടെ ക്യാമറയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. Pro Plusൽ 200 MP ഉള്ളിടത്ത് ഇവിടെ 50 MP വരുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ വരുന്ന സമയത്ത് 50+8+2 ആണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ 60 MP ആണ്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 67 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. കമ്പനി പറയുന്നത് 100% ചാർജ് നിങ്ങൾക്ക് ഒരു 46 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് 6GB 128GB ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 20,000 രൂപയായിരിക്കും. അപ്പം റെഡ്മി നോട്ട് 12 സീരീസ് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സീരീസാണ്. റെഡ്മി ഫാൻസൊക്കെ കാത്തിരിക്കുന്ന ഒരു സീരീസാണ്. ഇനി നമുക്ക് റിയൽമിയുടെ ഒരു സ്മാർട്ട് ഫോണിലേക്ക് പോകാം. റിയൽമി 10 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇത് ഒരു 15,000 സെഗ്മെൻറ്റിലായിരിക്കും വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത് 6.4 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് MediaTek Helio G19 ആണ്. ബേസ് വേരിയൻറ്റ് 4GB 128GB ആയിരിക്കും. ബാക്കിൽ ഒരു ഡുവൽ ക്യാമറ സെറ്റ് മാത്രമേ ഉള്ളൂ. 50+2 ആണ് വരുന്നത്. ഫ്രണ്ടിൽ 60 MP ആണ് വരുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഒരു വൂക്ക് ചാർജിങ് വരുന്നുണ്ട്. ഇവിടെ 50% ചാർജ് 28 മിനിറ്റ്സ് കൊണ്ട് കയറുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഞാൻ പ്രൈസ് പറഞ്ഞത് ഒരു 15,000 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അടുത്തൊരു ഡിവൈസ് എന്ന് പറയുന്നത് iQOO Neo 7 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം iQOO ഒരുപാട് സ്മാർട്ട് ഫോൺസ് 2022 ലോഞ്ച് ചെയ്തിട്ടായിരുന്നു. അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് Neo 7ലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 6.78 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. MediaTekൻ്റെ Dimensity 9000+ എന്ന് പറയുന്ന ചിപ്സെറ്റാണ് യൂസ് ചെയ്യുന്നത്. ബേസ് വേരിയൻറ്റ് 8GB 128GB ആണ്. ഇതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് 50+8+2 ആണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 MP ആണ്. ഓക്കെ, ഇനി ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 120 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പലയിടത്തും വായിച്ചെടുത്തുനിന്ന് കിട്ടിയിട്ടുള്ളത് 50% ചാർജ് 10 മിനിറ്റ്സ് കൊണ്ട് കയറുമെന്നാണ്. എത്രമാത്രം പോസിബിൾ ആണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് 30,000 സെഗ്മെൻറ്റിലായിരിക്കും. ഇനി അടുത്തൊരു ഡിവൈസ് മോട്ടോ S30 Pro ആണ്. കഴിഞ്ഞ 2022 മോട്ടോയുടെ ഒരുപാട് സ്മാർട്ട് ഫോൺസ് ലോഞ്ച് ചെയ്തിട്ടായിരുന്നു. അടിപൊളി കുറേ സ്മാർട്ട് ഫോൺസ് മോട്ടോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം സ്മാർട്ട് ഫോൺസിൽ ഈ ബഗ്ഗും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അതേപോലെ തന്നെ പ്യൂർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വേണ്ടവർക്കൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് മോട്ടോയുടെ. അപ്പോൾ മോട്ടോയുടെ S30 Pro ആണ് ഡിവൈസ്. 6.55 ഇഞ്ചിൻ്റെ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 888+ ആയിരിക്കും ചിപ്സെറ്റ് വരുന്നത്. ബേസ് വേരിയൻറ്റ് വരുന്നത് 8GB 128GB ആണ്. ബാക്ക് ക്യാമറ 50+13+2 ആണ്. ഫ്രണ്ട് ക്യാമറ 32 MP ആണ്. ഇവിടെ ബാറ്ററി വരുന്നത് 4400 mAh ആയിരിക്കും. 68 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ഇവിടെയും 50% ചാർജ് 10 മിനിറ്റ്സ് കൊണ്ട് കയറുമെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഏകദേശം ഒരു 25,000 സെഗ്മെൻറ്റിലായിരിക്കും വരാൻ സാധ്യതയുള്ളത്. സോ നമ്മുടെ ലാസ്റ്റ് ഡിവൈസ് എന്ന് പറയുന്നത് iQ11 5G ആണ്. അപ്പോൾ iQ11 5Gയിൽ 6.78 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് ഇതിൽ വരുന്നത്. 8GB 128GB ആണ് ബേസ് വേരിയൻറ്റ്. ബാക്കിൽ 50+13+8 ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 60 MP ക്യാമറ, 5000 mAh ബാറ്ററി, 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 45,000 ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഏകദേശം ഒരു 7 സ്മാർട്ട് ഫോൺസിനെ പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ സ്മാർട്ട് ഫോൺസ് എന്തായാലും അടുത്തൊരു 3 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള സ്മാർട്ട് ഫോൺസ് ആണ്. ഇത് അല്ലാതെ ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഉണ്ട്. അത്യാവശ്യം നല്ലതെന്ന് തോന്നിയിട്ടുള്ളതും വളരെ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള സ്മാർട്ട് ഫോൺസ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.